ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുട്ടിക്കുറുമ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെക്കേഷൻ ട്രിപ്പാണ് പോകുന്നത്. നമ്മുടെ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് മൂന്നാർ പോയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ നമുക്ക് പറയാം. റോഡ് പണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് സ്പീഡിന് പോകാം. മൂന്നാർ പെട്ടെന്ന് എത്തും. റോഡ് പണിയൊക്കെ അത് റോഡ് പണിയാൻ വേണ്ടിട്ട് താഴ്ത്തി എടുക്കും. എന്നിട്ട് ടാറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലായിടും വീതി കൂട്ടുന്നുണ്ട്. അതിന്റെ കാൽക്കുലേഷൻ എടുക്കുന്ന ലെവൽസ് എടുക്കുന്നത്. ഇനി റോഡ് ചിലപ്പോ താത്തും, ചിലപ്പോ അവിടെ പൊക്കും, ഇവിടെ ചിലപ്പോ താത്താൻ ചിലപ്പോ ചാൻസ് ഉണ്ട്. ലെവൽസ് നോക്കിയിട്ട് അവർ ചെയ്തു. ഈ സമയത്ത് നല്ല തിരക്കാണല്ലോ. നമ്മളിത് എവിടെ എത്തിയെന്നറിയോ? അതെ, നന്നുന്റെ നവോദയ എൻട്രൻസ് ഒക്കെ എഴുതാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ്, ഞാനും നവോദയയുടെ എക്സാം എഴുതി നോക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് കിട്ടും. അപ്പൊ നമുക്കൊരു വീഡിയോ ഇടാം നവോദയയുടെ സ്കൂളിന്റെ ഉള്ളിലത്തെ. നേര്യമംഗലം പാലം, ഇതേടെ പാലത്ത് പുഴയിൽ വെള്ളമില്ല, വെള്ളം താത്തിക്കുക. ഇതിന്റെ പുതിയ പാലം പണിയുന്നുണ്ട് ഇവിടെ തൊട്ട് ചേർന്ന്. ഈ ഇതുണ്ട്, പുതിയ പാലം പണിയുണ്ട്. വെള്ളം കുറവാ, ചെളി പിടിച്ചു തുടങ്ങും. മൂന്നാറിന്റെ കവാടമായ നേരിമംഗലം പാലം കഴിഞ്ഞ് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതല്ലേ മൂന്നാറിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി പന്നു എന്ന് പറഞ്ഞേ? റാണിക്കൽ വളവിലാണ് നമ്മളിപ്പോ എത്തിയത്. നമ്മളിപ്പോ ചീയപ്പാറ എത്തി. അപ്പൊ ചീയപ്പാറയില് വലിയ കാര്യമായിട്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട്, പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് ആളുകൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ലോങ് വരുന്നവർക്ക് റെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണല്ലോ. എന്തൊരു തിരക്കാ ഇവിടെയൊക്കെ. സാധാരണ ഈ സമയത്ത് തിരിച്ചല്ലേ ആൾക്കാര് പോകുന്നത്. അതിപ്പോ നമ്മൾ വെക്കേഷൻ ടൈം കഴിയാറായപ്പോ പോകുന്നോണ്ടല്ലോ പന്നോ. ജനുവരി 2 ഒരു അവധി ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വെച്ച് കുറെ ആളുകൾ പിന്നെയും പോകും. കുറെ ആളുകൾ കണ്ടു, ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കണ്ടോ. കൂടുതലും അങ്ങോട്ട് പോകുക ചെയ്യുന്നത്. പിന്നെ ചീയപ്പാറ മലയാളീസ് ആണോ അതോ അല്ലല്ല, അതർ സ്റ്റേറ്റുകാരാണ്, ഇഷ്ടംപോലെ ഉണ്ടാവും, ഫോറിനേഴ്സ് ഉണ്ടാവും. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക കണ്ടോ. നല്ല സ്ട്രോങ് ആയിട്ടാണല്ലോ പണിയുന്നല്ലേ. ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ നമ്മൾ അടിമാലിലെത്തി. ഇപ്പൊ നമ്മള് സർപ്രൈസ് ആയിട്ട് ഒരാളുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ചിക്കുതത്തായാണ് നമ്മുടെ കൂടെ ഉള്ളത്. റോക്ക് കേവ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഷോപ്പിങ്ങിനുള്ള ചെറിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നന്നും ഉണ്ണിക്കുട്ടനും ഓടി ഷോപ്പിലോട്ട് കയറി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്തു. പിന്നെ നമ്മൾ വൈകിട്ട് ചിന്നക്കനാലിൽ പോയി സ്റ്റേ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ചിന്നക്കനാലിൽ സ്കൈലാർക്ക് ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് നമ്മൾ റൂം അറേഞ്ച് ചെയ്തിരുന്നത്. നല്ലൊരു ആംബിയൻസ് ഉള്ള റിസോർട്ടായിരുന്നു അത്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് യാതൊരുവിധ ബോറടിയും ഇല്ലാതെ അല്ലേ പറഞ്ഞു. നല്ല രസകരമായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. ഇറ്റ്സ് എ വെരി കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. വളരെ ശാന്തതയുള്ള, വളരെ എന്താ പറയുക, സമാധാനം ആഗ്രഹിച്ച് പോകുന്ന ഏവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു റിസോർട്ടാണിത്. ലിങ്കും കാര്യങ്ങളും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, താല്പര്യമുള്ളവർക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇതാണ് ബെഡ്റൂം. ഇത് പൊന്നിൻ്റെയും ചിക്കുൻ്റെയൊക്കെ ബെഡ്റൂമാണിത്. അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്തപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബാൽക്കണിയിലോട്ടുള്ള ഒരു ഇതാണ് അവർ നോക്കുന്നത്. ഞാൻ തുറക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ രണ്ടുപേരുടെ കൂടി തുറന്നു. ഞാൻ തുറന്ന ബാൽക്കണിയിലോട്ടുള്ള ബാൽക്കണിയിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യൂ ഒന്നും ഇല്ല അല്ല പറഞ്ഞു. ഈ ബാൽക്കണി നോക്കിയാൽ വലിയ വ്യൂ ഇല്ല. പക്ഷേ ഫ്രണ്ടിലെ ബാൽക്കണി നോക്കിയാൽ നമുക്ക് ഓപ്പോസിറ്റുള്ള റിസോർട്ടും റെസ്റ്റോറൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അപ്പോൾ ബെഡ്റൂം വളരെ സിമ്പിളായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നീറ്റ്നെസ് ആയിരുന്നു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റും അതുപോലെ തന്നെ ബെഡ്റൂംസും ആയിരുന്നു. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞങ്ങൾക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.